മനസ്സിലാവും. തുടരും എപ്പോഴാണ് തിയേറ്ററുകളിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക? തുടരും സിനിമയുടെ തിയേറ്റർ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നതൊക്കെ അന്വേഷിച്ച് ഒരുപാട് പേർ നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്ഡേറ്റുകളൊന്നും വന്നില്ല. പക്ഷേ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. കേരള ബുക്കിംഗ് എപ്പോൾ തുടങ്ങാൻ പോവുകയാണ്? അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സിനിമയുടെ കേരള ബുക്കിംഗ് ഇന്ന് തിങ്കളാഴ്ചയാണ്, ബുധനാഴ്ചത്തേക്ക് തുടങ്ങുന്നു എന്നുള്ളതാണ്. അതായത് 23-ാം തീയതിയാണ് സിനിമയുടെ ബുക്കിംഗ് തുടങ്ങാൻ പോകുന്നത്. 25-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. പക്ഷേ അടിപൊളി ഗംഭീരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ സിനിമയുടെ ആദ്യ ഷോ ഇവിടെ അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിലൂടെയുള്ള ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയിരിക്കുന്നു. ബാംഗ്ലൂർ ശ്രീനിവാസ സിനിമാസിലാണ് 5 ഷോകളാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ 10 മണി, 1 മണി, 4 മണി, 7 മണി, 10 മണി വരെയുള്ള ഷോകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നല്ല ലെവലിലുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നു എന്നുള്ള ലെവലിലാണ്. 50%ഓളം എല്ലാ ഷോകളുടെയും ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെട്ടതായി കാണാനും കഴിയുന്നു. കേരളത്തിലെ ബുക്കിംഗ് ഇച്ചിരി ലേറ്റാണ്. നമുക്കറിയാം, സാധാരണ ആശീർവാദ് സിനിമാസ് ഇറക്കുന്ന പോലെയല്ല, ഇവിടെ രജപുത്രയാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു അപ്പീലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ കാത്തിരിക്കുന്ന പോലെയുള്ള ഒരു ചെറിയ സിനിമ എന്ന് പറയുമെങ്കിലും ഇതൊരു ഒന്നൊന്നര സംഭവമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമ്മൾ ദൃശ്യം എന്ന സിനിമയെ റഫറലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ദൃശ്യം മോഡലും കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇത് അതുക്കും മേലെ പോകുന്ന സംഭവമായിരിക്കും എന്നുള്ളതാണ്. അതായത് മോഹൻലാലിൻ്റെ അഭിനയം കണ്ട് കൊതി തീരാത്തവർക്ക് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കൊതിക്കുന്ന നമ്മളെ പോലെയുള്ളവർക്ക് ഉള്ള ഒരു ചിത്രം തന്നെയായിരിക്കും എന്നുള്ള. സതയം എന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, അത്രത്തോളം എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നമ്മൾ അധികം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ അത് കാണാൻ പോകുന്നു വീണ്ടും ഒരിക്കൽ കൂടെ എന്നുള്ള ലെവലിലാണ് ഈ ഒരു സിനിമയുടെ കാര്യങ്ങൾ കാണുന്നത്. അതായത് അതിൽ 1-2 ഡയലോഗുകളും സീനും കാണുമ്പോൾ ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. അതായത് അമ്മാതിരി ഒരു കൊടൂര സംഭവം തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. എന്താണേലും ഇവിടെ ബുക്കിംഗ് തുടങ്ങാൻ പോകുന്നു 23-ാം തീയതി. ബാംഗ്ലൂരിലൊക്കെ ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും സിനിമയ്ക്ക് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. നല്ല ലെവലിലുള്ള പ്രീസെയിൽ വരുന്നു. ഏകദേശം 30 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇതുവരെയുള്ള പ്രീസെയിൽ കടന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു സിനിമയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എം രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം, ഇതിൻ്റെ പോസ്റ്ററുകൾ കാണുമ്പോൾ തന്നെ വല്ലാതെ തിയേറ്ററിലേക്ക് കയറാനുള്ള ഒരു തോന്നൽ വരുന്നു. ഒപ്പം മോഹൻലാലും ശോഭനയും ഒരുമിക്കുമ്പോൾ അത് മലയാളിക്ക് എന്നും സന്തോഷം നൽകുന്ന കൂട്ടുകെട്ട് തന്നെയാണ്. ഇവിടെയും അത് കാണാം. വീണ്ടും ഒരു സാധാരണക്കാരനായി മോഹൻലാൽ എത്തുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ബുക്കിങ്ങിൻ്റെ അപ്ഡേറ്റൊക്കെ കിട്ടി. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കുക. ലാൽ സലാം.